സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന കോൺക്ലേവ് നവംബർ 23-ന് നടന്നേക്കില്ല. പ്രശ്നങ്ങളിൽ തീരുമാനമുണ്ടാകും വരെ കോൺക്ലേവ് നീട്ടിവെക്കാനാണ് ആലോചന. പകരം തീയതി ഉടൻ തീരുമാനിക്കും. എസ് ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാം, ആകെ ഒരു അനിശ്ചിതത്വമാണ് നിലവിലുള്ളത്. ഇതിൽ അംഗമാണ് എം മുകേഷ്. അദ്ദേഹത്തിനോട് ഒഴിയണമെന്നത് പാർട്ടി നിലപാടാണ്. പക്ഷേ അങ്ങനെയൊരു തീരുമാനം കൈക്കൊള്ളാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. സജി ചെറിയാൻ്റെ ഒക്കെ പ്രതികരണം ഇന്നലെ വരുമ്പോഴും അതിൽ കൃത്യമായൊരു നിലപാടിലേക്കല്ല അദ്ദേഹം പോകുന്നത്. മുകേഷിനെ അവിടെയും സംരക്ഷിക്കാനുള്ള നീക്കം കാണുന്നു. എന്നാൽ ഈ കാര്യത്തിലൊക്കെ ഒരു അനിശ്ചിതാവസ്ഥയുണ്ട് എന്നുള്ളതല്ലേ കോൺക്ലേവിൻ്റെ തീയതിയിലൊക്കെ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്തതിന് കാരണം? തീർച്ചയായും അനുജ, കാരണം ഈ നേരത്തെ തീരുമാനിച്ച നവംബർ 23 എന്ന തീയതിയിൽ കോൺക്ലേവ് നടത്താനായിട്ട് സഹകരിക്കില്ല എന്ന സിനിമാ മേഖലയിലെ വിവിധ ആളുകൾ സർക്കാരിനെ അറിയിച്ചിരുന്നു. കാരണം ആരോപണ വിധേയരായ ആളുകൾ ഈ കോൺക്ലേവിൽ പങ്കെടുത്താൽ അതിനോട് സഹകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതായിരുന്നു അവരുടെ നിലപാട്. ഇതുകൂടി സർക്കാർ പരിഗണിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ നവീകരണ സമിതിയിൽ ആരോപണ വിധേയരായ അംഗങ്ങൾ ഒഴിവാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതുകൂടി തീരുമാനിച്ച ശേഷം, അതിലൊരു അന്തിമ തീരുമാനം എടുത്ത ശേഷം മാത്രം പുതിയ തീയതിയിലേക്ക് പോയാൽ മതി എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഈ രണ്ട് സാഹചര്യങ്ങളുമാണ് ഇപ്പോൾ നയരൂപീകരണ സമിതി ഈ രണ്ട് സാഹചര്യങ്ങളുമാണ് ഇപ്പോൾ കോൺക്ലേവ് മാറ്റിവെക്കാനായിട്ട് ഉള്ള തീരുമാനത്തിലേക്ക് എത്താൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. ഇതിലിപ്പോൾ ഒരു കാര്യം കൂടി ശ്യാം, നമുക്കറിയാം സംവിധായകൻ വിനയൻ വി ഉണ്ണികൃഷ്ണനെതിരെയും രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ കേസിൽ അദ്ദേഹം കുറ്റവാളിയാണ്, ശിക്ഷ ഏറ്റുവാങ്ങിയ ആളാണ് എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തെയും ഈ സമിതിയിൽ വച്ചുകൊണ്ടിരിക്കരുത് എന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം സർക്കാരിൻ്റെ പരിഗണനയിൽ ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ബി ഉണ്ണികൃഷ്ണനെതിരായിട്ടുള്ള പരാതി മുഖ്യമന്ത്രിയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സാംസ്കാരിക വകുപ്പിന് കൈമാറുകയും ചെയ്തിട്ടില്ല. മറ്റൊന്ന് മുകേഷിനെതിരായിട്ടുള്ള പരാതിയാണ്. ഇന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരുപക്ഷെ മുകേഷിനെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൂടി പരിഗണിച്ച ശേഷം മാത്രമാവും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. നേരത്തെ മഞ്ജു വാര്യറും രാജീവ് രവിയും അടക്കമുള്ളവർ ഈ സമിതിയിൽ നിന്ന് രാജിവെച്ചിരുന്നു. ഇതോടുകൂടി സമിതിക്ക് ഇപ്പോൾ ഒരു എണ്ണം തികയ്ക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇതിന് പുറമെയാണ് രഞ്ജിത്ത് അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത്. ഇവരൊന്നും ഇല്ലാതെ ഇതിലെ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അതിനൊക്കെ പകരം ആളുകൾ വരേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളിലെല്ലാം സർക്കാർ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. അതിനുശേഷം മാത്രമാകും സിനിമാ കോൺക്ലേവിന്റെ ഒരു അന്തിമ തീയതി ഉണ്ടാകുക. സ്വാഭാവികമായും നവംബർ 23-ന് സിനിമാ കോൺക്ലേവ് നടക്കില്ല എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതാണ്, നവംബർ 23-ന് കോൺക്ലേവ് നടക്കും എന്നുള്ളതാണ്. പക്ഷേ അതിനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. കോൺക്ലേവ് നീട്ടിവെക്കാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് എന്നതാണ് ശ്യാംകുമാർ നൽകിയ വിവരം.